നമസ്കാരം, ഞാൻ ഡോക്ടർ സുബിത്, കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സ്പൈൻ സർജൻ. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഏറ്റവും കൂടുതൽ പേഷ്യൻസ് കംപ്ലയിൻറ്റ്സ് പറയുന്നത് എന്താ വെച്ചാൽ നടുവേദന, അല്ലെങ്കിൽ കഴുത്ത് വേദന, അല്ലെങ്കിൽ സയാറ്റിക്ക തുടങ്ങിയ പ്രശ്നങ്ങളായിട്ടാണ് ഒരുപാട് പേര് വരുന്നത് OPD. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നങ്ങളുമാണ് കഴുത്ത് വേദന, നടുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. തുടർച്ചയായിട്ടുള്ള മൊബൈൽ ഫോൺ യൂസ്, അതായത് നമ്മൾ കഴുത്ത് കുനിച്ച് വെച്ച് തുടർച്ചയായി മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതും, തുടർച്ചയായിട്ടുള്ള ലാപ്ടോപ്പ് യൂസും, പിന്നെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോഴുള്ള സിറ്റിംഗ് പോസ്ചറിന്റെ ഡിഫറൻസും എല്ലാം കൊണ്ടും നമുക്ക് ജോലി സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഈ കഴുത്ത് വേദന വരുന്നത്. ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മൾ ടീച്ചേഴ്സ്, ബസ് ഡ്രൈവേഴ്സ്, ടെക്കികൾ, അല്ലെങ്കിൽ ബാങ്ക് ജോലിക്കാർ, ഇവർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുക. അപ്പോൾ ഇതിന് പ്രധാന പ്രശ്നം നമ്മുടെ ഈ ജോലി സ്ഥലത്ത് നമ്മൾ വരുത്തേണ്ട ചില മാറ്റങ്ങൾ നമ്മൾ വരുത്താത്തതാണ്. ജോലി സ്ഥലത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങളുടെ മോണിറ്റർ, അതായത് ലാപ്ടോപ്പിന്റെ സ്ക്രീൻ എപ്പോഴും നിങ്ങളുടെ ഐ ലെവലിൽ തന്നെ ഉണ്ടായിരിക്കും. രണ്ടാമത്തത്, നിങ്ങൾ ഇരിക്കുന്ന പോസ്ചർ, ഇരിക്കുമ്പോൾ എപ്പോഴും ബാക്ക് സപ്പോർട്ടുള്ള ചെയറിൽ വേണം ഇരിക്കാനായിട്ട്. ബാക്ക് സപ്പോർട്ടുള്ള ചെയറിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു അരമണിക്കൂറിലോ 1 മണിക്കൂറിൽ കൂടുതലോ ഇരിക്കരുത്. ഇൻ ബിറ്റ്വീൻ എണീക്കുക, ജെന്റലി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, വീണ്ടും ഇരിക്കുക. തുടർച്ചയായിട്ടുള്ള ഒരേ പോസ്ചറിൽ ഇരിക്കുന്നത് നമ്മുടെ സ്പൈനിൻ്റെ നട്ടെല്ലിലും ഡിസ്കുകൾക്കും ഇഞ്ചുറി വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത് തുടർച്ചയായിട്ടുള്ള ഈ ഇഞ്ചുറീസ് കാലക്രമേണ ഡിസ്കുകളിലും ജോയിന്റിലും തേയ്മാനം വരാനും സാധ്യതയുണ്ട്. ഇതിന് തുടർച്ചയായിട്ടാണ് നമുക്ക് ഡിസ്ക് ബൾജ്, സയാറ്റിക്ക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.